എറണാകുളം ചേന്നമംഗലത്ത് ഒരു കുടുംബത്തിലെ 3 പേരെ തലക്കടിച്ചു കൊലപ്പെടുത്തി. വേണു, ഭാര്യ ഉഷ, മകൾ വിനിഷ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. വിനിഷയുടെ ഭർത്താവ് ജിതിൻ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. 4 പേരുടെയും തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസ്. സംഭവത്തിൽ ചേന്നമംഗലം സ്വദേശി ഋതു കസ്റ്റഡിയിലായിട്ടുണ്ട്. അയൽവാസികൾ തമ്മിലുള്ള തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് റൂറൽ SP വൈഭവ് സക്സേന 2 ഇരുമ്പ് പൈപ്പുകൾ ഉപയോഗിച്ച് തലയ്ക്കടിച്ചാണ് കൊലപ്പെടുത്തിയത്. പ്രതി ബംഗളൂരുവിൽ നിന്ന് എത്തിയത് 2 ദിവസം മുമ്പ്. ഇയാൾക്കെതിരെ 3 കേസുകൾ നിലവിലുണ്ട്. പ്രതി കഞ്ചാവെന്നും ശല്യക്കാരനെന്നും അയൽവാസികൾ പറയുന്നു. ചെറിയ കൊച്ചു മാത്രമുള്ള ചെറിയ കൊച്ചുണ്ട 5 എത്ര 6 വയസ്സ് ഇപ്പൊ പറഞ്ഞോളൂ 6 വയസ്സായ കൊച്ചും അവളെ ഉള്ള. ഞാൻ വണ്ടിയാണ് നാഷണൽ പെർമിറ്റ് ലോറിയും ബസ്സൊക്കെ ആയിട്ട് പോകണ എനിക്ക് വീട്ടിൽ വരാൻ പറ്റില്ല. ഞാൻ ആഴ്ചയിൽ മാസത്തിലൊക്കെ വരാം. ഇവരായിട്ട് നല്ല ബന്ധമാണ്. ഞാൻ ഗൾഫിലായിരുന്നു, സൗദിയിലായിരുന്നു. ഞാൻ ലീവിന് വന്നതാണ്. ലീവിന് വന്ന ആക്സിഡന്റ് പറ്റി നാട്ടിൽ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ബിസിനസ്സായിട്ട് തുടങ്ങിയിട്ട് നാഷണൽ പെർമിറ്റ് ലോറിയും കാര്യങ്ങളായിട്ട് നടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ബോംബെയിലൊക്കെ പോയി കഴിഞ്ഞാൽ ആഴ്ചയിൽ മാസത്തിലൊക്കെ ഞാൻ വരുമ്പോൾ ഞാൻ വരും. അപ്പോൾ ഇതിനിടയ്ക്ക് ഇവള് ഓരോ കാര്യങ്ങൾ പറയും. നമുക്ക് വെച്ചാൽ തല്ലുപിടിക്കാനുള്ള മൈൻഡ് ഇല്ല. നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് പോകണം. ഈ പറയുന്ന ആൾക്ക് ഈ വീട്ടുകാരായിട്ട് എന്താ പ്രശ്നം? അതായത് ഇവന്ന് വെച്ചാല് ഇതിന്റെ ഈ മതിൽ ചവിട്ടി കയറും വെച്ചാൽ എൻ്റെ മോളും ഇവളും മാത്രമല്ലോ കയറിയിട്ട് ഒരേ ഇത് കാണിക്കുമ്പോൾ ഈ കുളിമുറിയുടെ വാതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു നോക്കുക, ജലം തട്ട, അങ്ങനത്തെ ഒക്കെ പരിപാടിയാണ്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് വന്ന് സംസാരിക്കാം. എന്നിട്ട് ഇവൻ്റെ അമ്മനോട് എത്ര പ്രാവശ്യം പറഞ്ഞു തരും. ഇവൻ്റെ അമ്മനോട് നമ്മ അയൽവക്കണം, തല്ല് പിടിക്കണ്ട, അയൽവക്കാണ് പറഞ്ഞ് സംസാരിക്കും. അവനെ വരായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ ചേട്ടാ ഇനി മേലാക്ക ഉണ്ടാവൂല, ഒന്നില്ല, അങ്ങനെ ഇങ്ങൊക്കെ പറഞ്ഞിട്ട് ഡീസന്റ് സ്ത്രീകളെ ശല്യം ചെയ്യലായിരുന്നു. അതായിരുന്നു അവിടെ വെച്ചാല് ഈ ഇപ്പൊ ഗൾഫിലുള്ള പയ്യനില്ലേ അവന്റെ ഭാര്യയും പിന്നെ അവിടുത്തെ വയസ്സായ അമ്മയും വയസ്സായ ചാച്ചനും 2 ചെറിയ കൊച്ചുങ്ങളും മാത്രമുള്ള അവിടെ. ഇവിടെ വെച്ചാല് എൻ്റെ ചെറിയ മോളും ഇവളും മാത്രമുള്ള. അങ്ങനെ ഈ 2 വീട്ടിലായിരുന്നു ഇവന്റെ അതിക്രമങ്ങൾ. ക്രൈം ആക്ച്വലി ശരിക്കും ഇന്ന് വൈകുന്നേരം ഏകദേശം 5-5:30 മണിക്ക് ആ ടൈമിൽ ഉള്ള റേഞ്ച് നടത്തിയിരുന്നു. പ്രതി നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. ഇവിടെ നിന്ന് പുറത്ത് ഇറങ്ങുമ്പോൾ നമ്മുടെ ഈ സ്റ്റേഷനിലുള്ള വടക്കേക്കര പോലീസ് സ്റ്റേഷനിലുള്ള SI ആദ്യം ഈ പ്രതിനെ കണ്ടിരുന്നു. പിന്നെ ഇതുവരെ നമുക്ക് മനസ്സിലായി ഇത് കുറച്ച് അയൽവാസികളിൽ തമ്മിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഈ പ്രതി ബാംഗ്ലൂരിൽ ജോലി ചെയ്യാൻ വേണ്ടി പോയിരുന്നു. 2 ദിവസം മുമ്പ് ഇവിടെ നാട്ടിൽ വന്നിരുന്നു. സോ ഇന്ന് ഉച്ചയ്ക്ക് ഈ പ്രതി വീട്ടിൽ പുറത്തിറങ്ങുമ്പോൾ കുറച്ച് തിരക്കുണ്ടായി. അതിൻ്റെ വൈരാഗ്യൻ്റെ അടിസ്ഥാനത്തിൽ ഈ വീട്ടിൽ പോയിട്ട് 2 GI പൈപ്സ് ഈ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പിന്നെ അടിച്ചിരുന്നു. ശരി, വിവരങ്ങളുമായി ഉമേഷ് ഉണ്ട്. ഉമേഷ്, ചേന്നമംഗലത്ത് നടന്നത് ക്രൂര കൊലപാതകം തന്നെയാണ്. ഇത് സംബന്ധിച്ച പുതിയ വിവരങ്ങൾ, സമഗ്ര ചിത്രം എന്താണ് നൽകാനുള്ളത്? വിജി, ഇപ്പോൾ നമ്മൾ SP-യും അയൽവാസിയും ഒക്കെ പറഞ്ഞത് നമ്മൾ കേട്ടു. അതിക്രൂരമായൊരു കൊലപാതകം, അതിദാരുണമായ സംഭവം എന്ന് തന്നെ നമുക്ക് പറയാം. ഞാൻ ഈ കൊലപാതകം നടന്ന വീടിൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇതാണ് ഈ ക്രൂരമായ കൊലപാതകങ്ങൾ നടന്ന ആ വീട്. ഈ വീടിനകത്ത് വെച്ചാണ് ഈ വീട്ടിലെ അച്ഛൻ, അമ്മ, ഇവരുടെ മകളുടെ ഭർത്താവ്, അങ്ങനെ 4 പേരുടെ തലയ്ക്ക് ക്രൂരമായി അടിച്ചത്. ഇതിൽ 3 പേർ ഇപ്പോൾ കൊല്ലപ്പെട്ടു. ഈ പരിക്ക് പറ്റിയ ഉടൻ തന്നെ 4 പേരെയും പോലീസും നാട്ടുകാരും ഒക്കെ ചേർന്ന് ആശുപത്രിയിലേക്ക്, പറവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ അതിൽ 3 പേരുടെ ജീവൻ രക്ഷിക്കാനായില്ല. വേണു, ഉഷ, ഒപ്പം വിനീഷ, ഈ 3 പേരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതേസമയം ഈ വിനീഷയുടെ ഭർത്താവ് ജിതിൻ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണാൻ നേരത്തെ കൊലപാതകം നടന്ന വീടാണ്. ഒരു ചെറിയ ഇടവഴിയുടെ വ്യത്യാസത്തിൽ മാത്രം ഈ കാണുന്ന വീട്, ഈ വീടാണ് ഈ പ്രതിയായ ഋതുവിൻ്റെ വീടാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇവിടെയുള്ള ഈ ഋതു 27 വയസ്സ് മാത്രമാണ് അയാൾക്ക് പ്രായമുള്ളത്. അയാൾ ബാംഗ്ലൂരിൽ ജോലി ഉണ്ടായിരുന്ന ആളാണ് എന്നുള്ളതാണ് SP അല്പം മുമ്പ് പറഞ്ഞത്. പലതരത്തിൽ ഈ നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് ഇയാൾക്ക് പല ലഹരി ഉപയോഗിച്ച പ്രശ്നങ്ങളുണ്ടാക്കുന്ന പതിവുണ്ട്. അയൽവാസികളെ ശല്യം ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ പതിവായി ഉണ്ടാകാറുണ്ട്. നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട പരാതികളൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പലപ്പോഴായി ഈ അയൽവാസികളെ നിരന്തരമായി ശല്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇയാൾ തുടർന്ന് വന്നിരുന്നത് എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ ഇന്ന്
ഈ കൊലപാതകം നടന്ന വീട്ടിലേക്ക് ഇന്ന് വൈകിട്ട് 6 മണിയോടെ എത്തുന്നു. 6 മണിക്ക് എത്തി 2 GI പൈപ്പുകൾ ഉപയോഗിച്ചാണ് അകത്ത് കയറുന്നത്. 1ഉം 2ഉം പറഞ്ഞ് തർക്കിക്കുന്നു. അതിനുശേഷം ഈ വീട്ടിലുള്ള 4 പേരുടെയും തലയ്ക്ക് ആഞ്ഞടിക്കുന്നു. അങ്ങനെയാണ് ഇവരുടെ ഈ തലക്കടിച്ച് തല പിളർന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആദ്യഘട്ടത്തിൽ വെട്ടിക്കൊലപ്പെടുത്തി എന്നൊക്കെ സംശയം വരാൻ കാരണം അതാണ്, കത്തി ഉപയോഗിച്ചാണോ വെട്ടിയത് എന്നുള്ളതാണ്. പക്ഷേ കത്തിയല്ല, തലയ്ക്ക് ആഞ്ഞ് ഈ GI പൈപ്പ് ഉപയോഗിച്ച് ആഞ്ഞടിച്ചതിനെ തുടർന്നാണ് ഈ തല പിളർന്നു പോകുന്ന ഒരവസരമുണ്ടായി. അത്രയും അതിക്രൂരമായ കൊലപാതകമാണ് അയാൾ നടത്തിയത് എന്നുള്ളതാണ്. നേരത്തെയും ഈ കാണുന്ന വീട്ടിലേക്ക് ഇതിനു മുൻപും ഈ വീടിൻ്റെ ഗേറ്റൊക്കെ തല്ലിപ്പൊളിച്ച് മുൻപൊക്കെ ഇയാൾ പലതവണ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇയാളുടെ ശല്യം സഹിക്കവയ്യാതെ ഇവിടെ CCTV ദൃശ്യങ്ങളൊക്കെ സ്ഥാപിച്ചിരുന്നു. അങ്ങനെ പലപ്പോഴായി പല കാരണങ്ങൾ പറഞ്ഞ് ഇവിടെ വരികയും തർക്കത്തിലേർപ്പെടുകയും ഒക്കെ ചെയ്യുന്നു. അതിൻ്റെ തുടർച്ചയായി ഇന്നും അങ്ങനെ വന്നു. ഒരു പെട്ടെന്നുള്ള പ്രകോപനത്തിൽ ഈ GI പൈപ്പ് ഉപയോഗിച്ച് ഇവരുടെ തലയ്ക്ക് ആഞ്ഞടിച്ച് കൊലപ്പെടുത്തുന്ന അവസ്ഥയാണ് ഉണ്ടായത് എന്നുള്ളതാണ്.